ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നല്ല മധുരമുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. ഇത് നല്ലോണം പഴുത്ത പഴം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കണം, ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പഴം ചെറുതാക്കി നുറുക്കിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മധുരം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഴമൊക്കെ നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ബൂസ്റ്റിൻ്റെ പാക്കറ്റ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഫുള്ള് മാറ്റിയെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഇതിലിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊരു ഉരുട്ടിയിടാൻ പാകത്തിന് ആയിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതാദ്യം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം മൈദപ്പൊടി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറേശ്ശെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. നമ്മൾ ചായയൊക്കെ വെക്കുന്ന ആ ടൈം കൊണ്ട് നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടെ പൊടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ പൊടി വേണം. നമ്മളിതിൽ വെള്ളം വേറെ ഒന്നും ചേർത്തിട്ടില്ല. പഴം അരച്ചെടുത്ത ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ പൊടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഈ ഒരു രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ ബോളാക്കി എടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ആക്കിയതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ബോളാക്കി എടുക്കുക. അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാതും നമുക്ക് ഇതേപോലെ റോളാക്കിയിട്ടൊന്ന് എടുക്കാം. അപ്പോൾ മാവെല്ലാം ഞാൻ റോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു സൈഡായാലും നമുക്ക് തിരിച്ചും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടതൊന്നും ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയെല്ലാം ബോൾ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാൻ. ആ ബൂസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ഇങ്ങനെ വായിലേക്ക് നല്ല കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്